Boult audio ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് ഇൻ ഇയർ ഇയർബഡ് ആണ് എയർബേസ് പ്രോബഡ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുന്നതിലൂടെ ഈ ഒരു പ്രോബഡ്സ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്ന് മനസ്സിലാകുന്നതാണ്. അൺബോക്സിംഗ് ഇല്ല കേട്ടോ, അതിനാണ് ആദ്യം എടുത്ത് പറയാനുള്ളത്. കാരണം എക്സ്പോർട്സ് പ്രോയും ഈ ഒരു പ്രോബഡ്സും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, സ്പെക് വൈസ് നോക്കുവാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ സ്റ്റെമ്മിൽ വന്നൊരു വ്യത്യാസം അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഫിസിക്കലി നമുക്ക് ഈ ഒരു പ്രോബഡ്സും എക്സ്പോർട്സ് പ്രോയും തമ്മിൽ കാണാൻ പറ്റുന്നില്ല. സ്റ്റെം ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് തിക്കാണ്, അതുപോലെ തന്നെ ബോൾട്ട് ഓഡിയോ ലോഗോ ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ എക്സ്പോർട്സ് പ്രോയിലായിരുന്നെങ്കിൽ കുറച്ച് തിന്നാണ്, പിന്നെ എക്സ്പോർട്സിലും ആ ഒരു തിൻ ടൈപ്പ് സ്റ്റെം തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഹാഫ് ഇൻ ഇയർ വിത്ത് തിക്ക് ടൈപ്പ് പോകണമെങ്കിൽ പ്രോബഡ്സിലേക്ക് പോകാൻ, തിൻ ടൈപ്പ് പോകണമെങ്കിൽ നമ്മുടെ എക്സ്പോർട്സ് പ്രോയിലോ എക്സ്പോർട്സിലോ ഒക്കെ പോകാം. ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് വൈറ്റ് എന്നിങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബഡ്സ് ലഭ്യമാകുക. 1499 രൂപയാണ് എൻ്റെ വില. ഏതാണെങ്കിലും സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. എന്നാൽ എക്സ്പോർട്സ് പ്രോയിൽ ആ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ഉണ്ടായിരുന്നു 1199 രൂപ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനും 1499 രൂപ തന്നെയാണ് ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. ബാറ്ററി സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ 24 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ 100% എടുക്കാൻ എത്ര ചാർജിങ് ടൈം ആണെന്നും തന്നെ എവിടെയും തന്നെ കൊടുത്തിട്ടില്ല. കൂടാതെ സിംഗിൾ ചാർജിൽ നമുക്ക് എത്ര പ്ലേ ടൈം കിട്ടുമെന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ടൈപ്പ് സി ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 100 മിനിറ്റ് കിട്ടും. എക്സ്പോർട്സ് പ്രോയും ഈ ഒരു പ്രോബഡ്സും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആകെ കാണാൻ സാധിക്കുന്ന സ്പെക് വൈസിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അവിടെ എക്സ്പോർട്സ് പ്രോയിൽ 15 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 100 മിനിറ്റ് കിട്ടുക, എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അത് 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് 100 മിനിറ്റ് കിട്ടും. അത് സത്യം പറഞ്ഞാൽ ഉള്ളതാണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഇയർബഡിലേക്ക് വരുവാണെങ്കിൽ 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെയും നമുക്ക് ഇയർബഡ് ലഭ്യമാകുന്നത്. കൂടാതെ കോട്ട് മൈക്ക് ആണ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിച്ച് ബേസ് ആൻഡ് മൈക്രോ വൂഫേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആകുന്നതെന്നും കമ്പനി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല മ്യൂസിക് ക്വാളിറ്റി നമുക്ക് ഇന്ന് കിട്ടും. അതായത് ഒരു ഹാഫ് ഇൻ ഇയറിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത് അത് നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മൈക്ക് ക്വാളിറ്റി എക്സ്പോർട്സിന്റെ അത്ര ഇല്ലായിരുന്നു എക്സ്പോർട്സ് പ്രോയിൻ്റെത്. ഇവിടെയും എനിക്ക് തോന്നുന്നു അത്രയും വരാൻ ചാൻസസ് ഇല്ല. ഇനി ബ്ലൂടൂത്ത് വേർഷൻ നോക്കുകയാണെങ്കിൽ 5.1, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർനെറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ തന്നെ ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ്. ബെസ്റ്റ് വയർലെസ് ഹെഡ്ഫോൺ ബ്രാൻഡ് ഇൻ ഇന്ത്യ 2021 എന്ന് അവർ ഇപ്പോൾ ഈ ഒരു പ്രോബഡ്സിന്റെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് ആക്ച്വലി ഈ ഒരു ബോൾട്ട് ഓഡിയോ ബെസ്റ്റ് വയർലെസ് ബ്രാൻഡ് ആയി മാറിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന സാധനം ഈ ഒരു ബോൾട്ട് ഓഡിയോയ്ക്ക് ഇല്ല. അതുപോലെ തന്നെ സർവീസ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. പിന്നെ ഈ ഒരു ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് അത് ഒരു പ്രഹസനം മാത്രമാണ്. കാരണം ബോട്ടിലാണെങ്കിലും ഇനി ട്രൂക്കിൽ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ബെസ്റ്റ് വയർലെസ് ബ്രാൻഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ബ്രാൻഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ എക്സ്പോർട്സ് പ്രോ മുതൽ ഇപ്പോൾ ഈ ഒരു പ്രോബഡ്സിലും കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഡിസൈൻഡ് ഇൻ UK എന്നുള്ളത്. UK ഡിസൈൻ ചെയ്ത എന്ത് അല്ലെങ്കിൽ US ഡിസൈൻ ചെയ്ത എന്ത്, ഏതായാലും നല്ലൊരു സാധനം നമ്മൾ പൈസ കൊടുത്തിട്ട് മുതലാവുന്ന ഒരു സാധനം വേണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ UK ഡിസൈൻ ആണെങ്കിലും ഇന്ത്യയിൽ ഡിസൈൻ ചെയ്താണെങ്കിലും ഇയർബഡ് എന്ന് പറയുന്നത് ഇയർബഡ് ഉണക്കി ഇരിക്കുള്ളൂ, അതിൽ വേറൊരു വ്യത്യാസമില്ല. എന്തായാലും ഒരു വർഷം നമുക്ക് ഇതിന് വാറന്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോൾട്ട് ഓഡിയോ പ്രോബഡ്സിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1499 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കണമോ വേണ്ടയോ എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. കാരണം ഇതിനേക്കാളും എന്താ പറയുക 1199 രൂപയ്ക്ക് 999 രൂപയ്ക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുക. ഡ്യൂറബിലിറ്റിയുടെ കാര്യം ഞാൻ വീണ്ടും പറയുവാണ്, ചെറിയ സംശയങ്ങളുണ്ട്. സർവീസിന്റെ കാര്യവും അതുപോലെയൊക്കെ തന്നെയാണ്. ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ഗെയിം മോഡ് ഈ ഒരു സംഭവം കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ 1399 1299 വളരെ അധികം നല്ല രീതിക്ക് വർത്താവും എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ 1499 ഇത് വർത്തല്ലെന്നേ ഞാൻ ഇപ്പോൾ പറയത്തുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ പ്രോബഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായില്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ, അത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശവും. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.